5-6 മിനിറ്റ് കൊണ്ട് വീട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു സൂപ്പർ ടേസ്റ്റി ഹെൽത്തി സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇത് കിഡ്സിനായാലും എൽഡേഴ്സിനായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇത്. സിമ്പിളുമാണ് ഉണ്ടാക്കാനും. അപ്പോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇതിനാവശ്യമായ സാധനങ്ങൾ 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ടൊമാറ്റോ എടുക്കുന്നുണ്ട്, തക്കാളി, സവോള, പിന്നെ ക്യാപ്സിക്കം ഞാൻ 3 കളറ് ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. യെല്ലോ, ഗ്രീൻ, റെഡ് 3 കളേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചിടാം. നന്നായി ബീറ്റ് ചെയ്യണം. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം, അല്ലെങ്കിൽ മുളക് പൊടി ആയാലും ഓക്കെ. അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വെക്കാം. പിന്നെ ഇപ്പൊ സ്റ്റൗവിലേക്ക് നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പൊ അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. പാൻ ചൂടായി ഓയിൽ ഇട്ടു. ഓയിൽ അത് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന 2 മുട്ട നമ്മൾ പാനിലേക്ക് ഇടാം. ഞാൻ ഇവിടെ 2 ബ്രെഡ് സ്ലൈസ് ആണ് എടുക്കുന്നത്. ഞാൻ വീറ്റ് ബ്രെഡ് ആണ് എടുത്തേക്കുന്നത്. 2 ബ്രെഡ് സൈസ്. അത് ഞാൻ ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഈ മുട്ട നമ്മൾ ഒഴിച്ചിട്ട് അത് വേവണേക്കാളും മുന്നേ തന്നെ ബ്രെഡ് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ആ ബ്രെഡ് ഇതുപോലെ ഈ ഷേപ്പില് ആ മുട്ടയിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യണം. അപ്പൊ അത് മുട്ട നന്നായി വേവണേക്കാളും മുന്നേ തന്നെ വെക്കുമ്പോ ബ്രെഡ് അതില് മുട്ടയിൽ ഒട്ടിയിരിക്കും. അപ്പൊ അത് ഇങ്ങനെ 2 ബ്രെഡ് സൈസിന്റെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ബ്രെഡ് വെക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ് നമ്മൾ മുട്ട ഓംപ്ലേറ്റ് നമ്മൾ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്, അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോവും. ഇപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പിസ്സ പാസ്ത സോസാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ സോസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കെച്ചപ്പ് യൂസ് ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പ് ആയാലും മതി. ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ അത് നന്നായി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ സവോള ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. പച്ചക്കറി ആണെങ്കിലും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയും യൂസ് ചെയ്യാം. ഇപ്പൊ ക്യാരറ്റ് ആണെങ്കിലും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിടാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇപ്പൊ ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം അത് നമുക്ക് അതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് ഗ്രീൻ ചില്ലി ആണെങ്കിലും പച്ചമുളകും നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ പച്ചമുളക് ഇടണില്ല, പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ഇടണത്. അപ്പൊ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ എരിവ് കുറച്ചും കൂടി നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ടേസ്റ്റോടുകൂടി കഴിക്കുകയും ചെയ്യും. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓർഗാനോ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പൊ പിള്ളേരാണെങ്കിൽ നന്നായിട്ട് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കും. വെജിറ്റബിൾസും ഉണ്ട്, എഗ്ഗും ആണ്. സാൻഡ്വിച്ച് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വെറൈറ്റി ഫുഡ് ആവുമല്ലോ. അപ്പൊ എന്തായാലും കഴിക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ ചീസ് സ്ലൈസ് ആയിരുന്നു. ചീസ് സ്ലൈസ് അപ്പൊ ഞാൻ പൊട്ടിച്ച് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് അടച്ചു വെച്ച് ആ ചീസ് മെൽറ്റ് ആവണ വരെ നമ്മൾ അടച്ച് വെക്കുകയാണ് ചെയ്തത്. അപ്പൊ റെഡിയായി, മെൽറ്റായി ചീസ്.
ഇപ്പൊ നമ്മളുടെ ഹെൽത്തി സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഫോൾഡ് ചെയ്യണം. ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മളുടെ ഹെൽത്തി സിമ്പിൾ സാൻഡ്വിച്ച് റെഡി. ഇത് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യണം. അപ്പൊ നമ്മളുടെ ബ്രെഡ് ആണെന്നുണ്ടെങ്കിലും രണ്ട് സൈഡിലും ബ്രെഡ് ഉണ്ട്. എവിടെയും ബ്രെഡ് ഉണ്ട്, അപ്പുറത്തെ സൈഡിലും ബ്രെഡ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള സാൻഡ്വിച്ച് ആണ്. പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാൻഡ്വിച്ച് ആണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.